ശരണ്യ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. കൊറോണ സമയത്ത് യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി ഞാൻ കേൾക്കുന്നത്. അപ്പോൾ വീഡിയോസ് കാണുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തത് ഈ 2023 ഓഗസ്റ്റ് 19 ഞാൻ മുമ്പ് ചെയ്തിരുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രശ്നം വന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടി. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടി. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിന് BEd അഡ്മിഷൻ ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അവളുടെ മെരിറ്റ് വെച്ചിട്ട് അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ വഴിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ അതേ കിട്ടുള്ളൂ എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ നിയോഗം വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ പോകണം എന്നുള്ളത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ഈ സെപ്റ്റംബർ 5 വിസ വന്നു. ഞങ്ങൾ VFSൽ പോയി. ഇപ്പോൾ അത് ശരിയായി കിട്ടി, ടിക്കറ്റ് ഓക്കെ ആയി. ഈ ശനിയാഴ്ച ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാതാവ് എനിക്ക് നടത്തി തന്നു. അപ്പോൾ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. നിയമാവർത്തന പുസ്തകം 29 അധ്യായം 9 തിരുവചനം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ശരണ്യ എന്ന ഈ മകൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ യൂട്യൂബിലൂടെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യവും കേട്ടു തുടങ്ങുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതവും അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ മേഖലയിലും മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹത്തെയും തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നുവെങ്കിലും അത് മുഴുവനും മാറ്റിക്കൊടുത്തുകൊണ്ട് സുഗമമായി വേഗത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി അമ്മ മാതാവ് വഴി ലഭിച്ചതിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഉടമ്പടിയിൽ നമ്മൾ എത്രത്തോളം പ്രത്യാശയർപ്പിച്ച് ജീവിക്കുന്നുവോ അതിൻ്റെ ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മൾ നല്ല മനസ്സോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അനുഗ്രഹം വേഗത്തിലാക്കുന്നതിന് സഹായിച്ചു തരും. അത് വചനവായനയാവാം, അത് അനുദിന ദിവ്യബലിയിലുള്ള പങ്കാളിത്തമാവാം, 2 ആഴ്ചയിലൊരിക്കലുള്ള കുമ്പസാരമാവാം, കാരുണ്യ പ്രവൃത്തികളാവാം. ചെയ്യുന്ന ഓരോന്നിനും നമ്മുടെ ആത്മാവ് ചേർത്ത് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വേഗത്തിൽ ഫലമുണ്ടാവും. സഞ്ചാരി മാതാവ് നാം എവിടെ വ്യാപരിച്ചാലും നാം ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് കൂട്ടുവരികയും നമ്മുടെ എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറ്റി ജീവിതത്തെ സുഗമമാക്കി ദൈവത്തിന് പ്രീതികരമാക്കി വേഗത്തിൽ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കും. മകളുടെ സാക്ഷ്യം അതാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച നന്മകളെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.